നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വിളപ്പിൻശാലയിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച നടന്നു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 42 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സംഭവം നടന്നത് വിളപ്പിൻശാല കാവിൻപുറം ജേക്കബിന്റെ മകൾ ജിസ്മി ജേക്കബിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഞായറാഴ്ച രാത്രി 9-നും തിങ്കളാഴ്ച പുലർച്ചെ 6-നും ഇടയ്ക്കാണ് കവർച്ച നടന്നിരിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. ഇക്കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിയോടെ ജേക്കബ് എത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്നതായി മനസ്സിലാകുന്നത്. ശേഷം വിളപ്പിൻശാല പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസും ഫോറൻസിക് വിദഗ്ധരും ശ്വാനസേനയും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. മുൻവാതിൽ പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കമ്മൽ, മാല, വളകൾ, കുട്ടികളുടെ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെ 42 പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് കൊണ്ടുപോയത്. ഇവിടെ ഉണ്ടായിരുന്ന ഇമിറ്റേഷൻ ബ്ലാക്ക് മെറ്റൽ ആഭരണങ്ങളും കള്ളൻ കൊണ്ടുപോയിട്ടുണ്ട്. അലമാരയിലെ സാധനങ്ങൾ മുഴുവൻ വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. ജേക്കബ് മകൾ ജിസ്മിക്ക് നൽകിയ വീട്ടിലാണ് മോഷണം നടന്നത്. സ്കൂൾ അവധി ആയതിനാൽ ഇക്കഴിഞ്ഞ നാളുകളിൽ ജിസ്മിയും മകളും ജേക്കബിനൊപ്പം തിരുമനയിലാണ് താമസം. കാവിൻപുറത്തെ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ ജിസ്മിയും ജേക്കബും എത്തി ശുചീകരണവും ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ശനിയാഴ്ച ജിസ്മി ഇവിടെ നിന്നും തിരുമനയിൽ പോയിരുന്നു. ഞായറാഴ്ച ജേക്കബ് എത്തി ചെടികൾ നനയ്ക്കുകയും ശേഷം രാത്രിയോടെ മടങ്ങുകയും ചെയ്തു. പിന്നീട് തിങ്കളാഴ്ച ജേക്കബ് ചെടി നനയ്ക്കാനായി എത്തിയപ്പോഴാണ് മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് പോലീസിൽ അറിയിച്ചതും ജിസ്മിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്.